ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയെ അടിച്ചു പറത്താനും എറിഞ്ഞു വീഴ്ത്താനും തയ്യാറായി നിൽക്കുന്ന 3 പുലിക്കുട്ടികളാണിത്. ഇത് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു അത്യപൂർവ സംഭവമാണ്. ഒരു വീട്ടിൽ നിന്ന് 3 താരങ്ങൾ ഒരുമിച്ച് സഹോദരിമാർ വരികയാണ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന്. ഋതിക, റിനിക, ഋഷിത അല്ലെ, ഇവർ 3 പേരും പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഏറ്റവും മുതിർന്ന ആള് ഋതികയാണ് ക്രിക്കറ്റിൽ ആദ്യമായിട്ട് വരുന്നത്. ഋതിക തന്നെ ആയിരിക്കും മറ്റുള്ളവർക്കും പ്രചോദനം. ഞാൻ അതിന് മുമ്പ് ഇപ്പൊ കോവിഡ് ശേഷമാണ് നമ്മൾ തുടങ്ങിയത് തന്നെ ക്രിക്കറ്റ്. അതിന് മുന്നേ ഞാൻ കുറച്ച് കളിക്കായിരുന്നു, ഈ ലോക്കൽ മാച്ചസ് ചെറുതായിട്ടൊക്കെ കളിക്കായിരുന്നു. പിന്നെ നമ്മൾ സീരിയസ് ആയിട്ട് കോവിഡ് കഴിഞ്ഞിട്ട് എടുത്ത്, അപ്പോൾ 3 ആൾക്കാർ ചേർന്ന് പ്രാക്ടീസ് തുടങ്ങി വീട്ടില്. പിന്നെ അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ നോക്കിയിട്ട് തന്നെ ആയിരിക്കും ഒരു കളിക്കാൻ തുടങ്ങി. ക്രിക്കറ്റിലേക്ക് വരുന്നതിന് മുൻപ് ബാഡ്മിന്റൺ ആയിരുന്നു. നമ്മൾ 3 പേരും ഫുള്ളി ബാഡ്മിന്റണിലേക്ക് ആയിരുന്നു. എന്നിട്ട് എങ്ങനെ ക്രിക്കറ്റിലേക്കുള്ള ഒരു ഷിഫ്റ്റ്? കോവിഡ് കാരണം അച്ഛൻ പറഞ്ഞു ഇൻഡോർ സ്പോർട്ട് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും ഫിസിക്കൽ ആക്ടിവിറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അച്ഛൻ വാസ് കോൺഫിഡൻറ്റ്. അച്ഛന് ക്രിക്കറ്റ് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അച്ഛൻ പണ്ട് കളിക്കായിരുന്നു. അതുകൊണ്ട് ക്രിക്കറ്റിലേക്ക് നമ്മൾ ചേർന്ന് കയറി. നമ്മൾ ട്രെയിനിങ് റെഗുലറായിട്ട് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു. പിന്നെ ഡെവലപ്മെന്റ് ക്യാമ്പ്, പിന്നെ നാഷണൽ ക്യാമ്പിൽ കയറി. ഒരു രാജ്യത്തിന്റെ അന്താരാഷ്ട്ര ടീമിൽ ഒരു വീട്ടിൽ നിന്ന് 3 പേർ ഒരുമിച്ച് എത്തുന്നത് അത്യപൂർവമാണ്. അതിന്റെ ഒരു സന്തോഷം എങ്ങനെയുണ്ട്? നല്ല സന്തോഷമുണ്ട്. 3 പേരും ചേർന്ന് പോകുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷം എല്ലാം ഉണ്ട്. പിന്നെ അച്ഛനും അമ്മ നല്ല ഹാപ്പി ആയിരിക്കും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആരാണ് നിങ്ങളുടെ ഒരു കോച്ചായിട്ട് നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുന്ന ആള്? അത് അച്ഛൻ തന്നെ. നമ്മൾ ക്രിക്കറ്റ് ഇപ്പൊ ഫുള്ളി പഠിച്ചു തന്നെ അച്ഛൻ പഠിപ്പിച്ചിട്ടാണ്. അതും വീട്ടിലിരുന്നിട്ട് ട്രെയിനിങ് ചെയ്തിട്ട്. അച്ഛൻ വയനാട് ക്രിക്കറ്റ് ടീമിൽ ഉണ്ടായിരുന്ന ആളാണ് രജിത്ത അല്ലെ? ഏറ്റവും ചെറിയ ആളാണ്, പേര് ഋഷിത. ഋഷിത ബൗളിംഗ് ആണ്. എങ്ങനെയുണ്ട് ചേച്ചിമാരൊപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ? ചേച്ചിമാരോട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസും ഉണ്ട്. ബിക്കോസ് എപ്പോഴും ഒച്ച കേൾക്കും, പിന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് പ്ലസ് പോയിന്റ് ആണ്. UAE ടീമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യക്കെതിരെ കളിക്കേണ്ടി വരും, പാകിസ്ഥാനെതിരെ കളിക്കേണ്ടി വരും. എന്താണ് അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ? നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് ഒന്നാമത്. പിന്നെ വലിയ എക്സ്പോഷർ ആണ് നമുക്ക്. ഇപ്പൊ UAE ചെറിയൊരു ടീമാണ്. വി ഓൾ ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇത് വലിയ പ്ലാറ്റ്ഫോം. എല്ലാവർക്കും അവർ ഇൻഡിവിജ്വലി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്, പിന്നെ പ്രൂവ് ചെയ്യാനായിട്ടും. ആൻഡ് ഇന്ത്യയും പാകിസ്ഥാനായിട്ട് കളിക്കുമ്പോൾ ആ ഒരു എന്താ പറയാ, ഒരു എക്സൈറ്റ്മെന്റ്, ഒരു എനർജിയാണ്. ബിക്കോസ് അവർ വൺ ഓഫ് ദ ടോപ്പ് പ്ലേയിങ് നേഷൻസ് ആണല്ലോ. അപ്പൊ അവരായിട്ട് കളിക്കുക ഒരു നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കണം എന്നുള്ള ഇതിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എങ്ങനെയാണ് ടീമിലേക്ക് വരുന്നത്? UAE ടീമിലേക്ക് വരുന്ന എൻട്രി എങ്ങനെയായിരുന്നു? പാർട്ട് ഓഫ് ഡെവലപ്മെന്റ് ക്യാമ്പായിരുന്നു. അപ്പോൾ നമ്മൾ റെഗുലർലി അവരുടെ ക്യാമ്പിന്റെ അടിയിൽ നമ്മൾ റെഗുലർ ട്രെയിനിങ്ങിനൊക്കെ പോയായിരുന്നു. പിന്നെ ഇവിടുത്തെ മാച്ചസ് ഒക്കെ കളിക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെവലപ്മെന്റ് ക്യാമ്പിൽ നിന്ന് നമുക്ക് സെലക്ഷൻ കിട്ടി നാഷണൽ ക്യാമ്പിലേക്ക്. അപ്പോൾ അതിനും അഗൈൻ ഉള്ളിലേക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ 3-ൽ ഒരാളില്ലാത്ത ഒരു അവസ്ഥ ടീമിൽ ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു കുറെ. ലൈക്ക് ലാസ്റ്റ് നമ്മളൊക്കെ 2022 തന്നെയാണ് ഡെബ്യൂ ചെയ്തത്. പക്ഷെ നമ്മൾ ഞാൻ അടുത്തൊക്കെ ചേർന്നിട്ടായിരുന്നു. ഋഷി അത് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ 3 പേരും ടീമിലുണ്ടാവും. ഡെഫിനറ്റ്ലി വർക്ക് ഹാർഡ്. ലൈക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒക്കെ അത് തന്നെയായിരുന്നു മനസ്സിൽ. നമ്മൾ 3 പേര് ആ ഫീൽഡിൽ ഇറങ്ങണം, അത് തന്നെയായിരുന്നു ഡ്രീം. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ട് ഏഷ്യ കപ്പിലായിരിക്കും അത് നടക്കാന്ന്. അതും ഇന്ത്യ, പാകിസ്ഥാൻ അങ്ങനത്തെ കൺട്രീസ് കളിക്കണ ടൂർണമെന്റ്. അപ്പോൾ അത് നല്ല ഒരു നമുക്കൊരു നല്ല പ്രൗഡ് ഫീലിംഗ് ആണ്. ട്രെയിനിങ് ഒക്കെ അച്ഛൻ വീട്ടിൽ നമ്മൾ ബോളിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ സ്പോട്ട് ബോളിംഗ് ആയാലോ ബാറ്ററിലൊക്കെ ബോൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നെറ്റ്സിൽ നമ്മൾ UAE കോച്ച് ഇങ്ങനെ പഠിപ്പിച്ചു തരും എങ്ങനെ ബോൾ ചെയ്യേണ്ടത്. പിന്നെ അവിടുന്ന് നെറ്റ്സിലാണ് കൂടുതൽ ബോൾ ചെയ്യുന്നത് നമ്മൾ UAE നാഷണൽ ക്യാമ്പിൽ. പിന്നെ അവിടുന്നാണ് +1 പഠിക്കുന്ന ആൾ കൂടിയാണ്. ഒരു താരമായിരിക്കും സ്കൂളിലും. താരം എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് എല്ലാവരുടേതും ഡിഫറെൻറ്റ്, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും സപ്പോർട്ടീവാണ്, സ്കൂളിലും ടീച്ചേഴ്സും ഫ്രണ്ട്സും.
ഇന്ത്യൻ ടീം സ്വപ്നം കാണുന്നുണ്ടോ നീ? ആ എന്തേലും ഉണ്ടാവും. നമ്മള് ഇന്ത്യൻസ് അല്ലേ, ഇപ്പൊ എന്തേലും ഉണ്ടാവും. പക്ഷെ ഇപ്പോ UAE കളിക്കണു, അവർക്ക് ബെസ്റ്റ് കൊടുക്കുക. നമ്മളിപ്പോ ജേഴ്സി ഇപ്പൊ UAE ഇട്ടിട്ടുള്ള, അപ്പൊ അവർക്ക് നമ്മൾ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുക, അത് തന്നെയാണ് മെയിൻ. എങ്ങനെയുണ്ട് ടീമിന്റെ മൊത്തം ഒരു വിലയിരുത്തൽ? എങ്ങനെയാണ് എൻ്റെ ടീം? നമ്മളൊരു യങ് ടീമാണ്. ലൈക്ക് എല്ലാവരും ആവറേജ് ഏജ് 19, 20, 18 ഒക്കെയാണ്. സോ നമ്മളിപ്പോൾ ഈ ഏഷ്യ കപ്പല്ല, ഇനി 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഏഷ്യ കപ്പിനായിരിക്കും നമ്മൾ ശരിക്കും പ്രിപ്പയർ ചെയ്യണത്. ലൈക്ക് നമുക്ക് ഇപ്പോഴത്തെ ഗോൾ നമ്മൾ നേപ്പാളിനെ തോപ്പിക്കുക, ഇന്ത്യനെ തോപ്പിക്കുകയാണ്. പക്ഷെ 2 വർഷം കഴിഞ്ഞിട്ട് നമ്മളുടെ റീച്ച് തന്നെ, നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് എൻ്റെ അറിവിൽ അതാണ് ഏറ്റവും വലുത്. വീട്ടിൽ ക്രിക്കറ്റിനെയാണോ കൂടുതൽ ചർച്ച ചെയ്യാറുള്ളത്? സംസാരം തന്നെയാണ്. ഇപ്പൊ കാറിലായാലും കഴിക്കുമ്പോഴും അത് തന്നെയാണ്, ക്രിക്കറ്റ് തന്നെയാണ്. പിന്നെ എന്താ കളിക്കണ്ടേ, നമ്മൾ എന്താ കളിക്കാത്ത, എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. അപ്പോൾ ബേസിക്കലി ഡെയിലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ സംസാരിക്കുക. ക്രിക്കറ്റ് തന്നെയാണ് വീട്ടില് എപ്പോഴും. ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് വരുന്ന ആളുകൾ എന്നുള്ള രീതിയിലുള്ള അഡ്വാൻറ്റേജ് എന്താ? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സിൻസിയർ ആയിട്ട് ഓപ്പൺ ആയിട്ട് നമുക്ക് എന്ത് വെച്ചാൽ പറയാം. ഇപ്പം ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് ഓപ്പൺ ആയിട്ട് ഇപ്പോൾ തെറ്റ് ചെയ്താൽ തന്നെ എനിക്ക് ഒരു മടി ഉണ്ടാവാണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാം, അങ്ങനെ കളിച്ചോടെ എന്നൊക്കെ ചോദിക്കാം. മറ്റേ നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ഒരു കൺസിഡറേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട്. മൂന്ന് മക്കളെയും ക്രീസിൽ ഇറക്കിയിട്ടുള്ള അച്ഛനും അമ്മയുമാണിത്. രജിത്ത് നേരത്തെ തന്നെ വയനാട് ടീമിലുണ്ടായിരുന്നു. രഞ്ജിനിയാണ് പിന്നീട് അവർക്ക് എല്ലാ പ്രോത്സാഹനവും നൽകിയിട്ടുള്ളത്. ജില്ലാ ടീമിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും അതായിരിക്കും കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാവുക. അവര് ആദ്യം ബാഡ്മിൻ്റൺ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കോവിഡ് തുടങ്ങിയതിന് ശേഷം ഇൻഡോറിൽ മാറി ഔട്ട്ഡോർ. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല, എനിക്കറിയാലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ 2 വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്കും കോൺഫിഡൻ്റ് ആയി തുടങ്ങി. എനിക്ക് അവരങ്ങനെ എന്താ പറയുക, ഡെവലപ്മെൻറ്റ് ക്യാമ്പ് കയറി അവിടെ ഇപ്പോൾ നാഷണൽ ടീം, പിന്നെ ഇവിടെ നിർത്തി നിൽക്കുന്നു. അവർ പറയായിരുന്നു അച്ഛൻ തന്നെയാണ് കോച്ച് എന്നുള്ളത്. അതിൻ്റെ ഒരു കൺവീനിയൻറ്റ്, കാരണം അവരുടെ എല്ലാവരുടെ 3 പേരുടെ സമയവും അവരുടെ മനസ്സും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ. അതെ അതെ, കൺവീനിയൻസ് ഒന്നുമില്ല. അത് കോച്ച് അച്ഛൻ എന്നുള്ള കൺവീനിയൻസ് ഒന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. അത് മാക്സിമം കോച്ച് ചെയ്തതിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് അങ്ങനത്തെ ഒരു കൺവീനിയൻസ് ഒന്നും അവർക്കില്ല, ആർക്കും കൊടുത്തിട്ടില്ല. അച്ഛൻ കോച്ച്, മക്കള് താരങ്ങളായിട്ട് ഇറങ്ങുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും തർക്കവും ഒക്കെ ഉണ്ടോ കളിയെക്കുറിച്ച്? അപ്പോൾ ഒരു അമ്പയറിന്റെ റോൾ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അമ്പയർ പറഞ്ഞാൽ അതാ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെതായ ഓരോ ചിട്ടിയുണ്ട്. കുട്ടികൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ഉഴപ്പിച്ചാൽ പിന്നെ അച്ഛൻ്റെ കിട്ടും, കോച്ചിൻ്റെ കിട്ടും. അപ്പോൾ പിന്നെ ഞാനാ പോയിട്ട് ഒന്ന് ഒരു മധ്യസ്ഥ പറഞ്ഞിട്ട് പോയിട്ട് ഒന്ന് പറയലും ഞാനാവും. പക്ഷേ പിന്നെ കുട്ടികൾ കേൾക്കും, കേൾക്കാറുണ്ട്. അച്ഛനാണ് കൂടുതൽ കേൾക്കുക. മാസം 19-നാണ് ആദ്യ മത്സരം ശ്രീലങ്കയിൽ വെച്ച് നേപ്പാളിനെതിരെ. അതിനുശേഷം 21-ാം തീയതിയാണ് ഇന്ത്യയെ നേരിടുന്നത്. 23-ാം തീയതി പാകിസ്ഥാനെയും നേരിടും. ഏതായാലും വിജയിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കിരീടവുമായിട്ട് വരിക. ഓൾ ദ ബെസ്റ്റ്.